Hey guys, welcome to GJ Wars. This is me GJ. ഇന്ന് നമുക്ക് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു ഇഫ്താർ വിരുന്ന് കഴിക്കാനായിട്ട് പോയാലോ? ബാംഗ്ലൂരിലുള്ള ഫ്രൈസർ ടൗണിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടുത്തെ മോസ്ക് റോഡിലെ ആൽബർട്ട് ബേക്കറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ ഒരു മലയാളി നടത്തുന്ന ബേക്കറിയാണ് ഈ ആൽബർട്ട് ബേക്കറി. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മട്ടൺ പഫ്സാണ് നമ്മൾ ആദ്യം കഴിച്ചു നോക്കുന്നത്. വളരെ ക്രഞ്ചി ആയിട്ടുള്ള പഫ്സിനുള്ളിൽ ചൂട് മട്ടൺ ഫില്ലിംഗ് ആണ് അവിടുത്തെ പ്രത്യേകത. മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് സ്ട്രീറ്റിലേക്ക് കയറി. ഫുഡ് സ്ട്രീറ്റിൽ കയറിയ പാടെ തന്നെ ഒരുപാട് ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ കണ്ടു. സോ നമ്മൾ എന്തായാലും നല്ല ഹെവി സാധനം കഴിക്കുന്നതിന് മുമ്പേ ലൈറ്റായിട്ട് ഒരു പുഡിങ് കഴിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ മാംഗോ പുഡിങ് കിട്ടിയായിരുന്നു. സോ അവിടെ നിന്ന് ഒരു മാംഗോ പുഡിങ് മേടിച്ചു. വളരെ തണുപ്പോടുകൂടി വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല മാംഗോയുടെ റിച്ച് ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ് ആയിരുന്നു അത്. പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഇഷ്ടമാവും. എനിക്ക് അത്ര അങ്ങോട്ട് പാലുമായിട്ടൊരു പ്രിയമില്ല. ബട്ട് എനിവേസ് സാധനം കൊള്ളാം, കഴിച്ചു. പിന്നെയും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. റംസാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോമ്പ് ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു മോസ്ക് ടൗണിൽ ഇത്തരം ഫുഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഞങ്ങൾ എന്തായാലും ആ സമയത്താണ് പോയത്. 5 മണി മുതൽ രാത്രി 7:30 7:45 വരെ ഈ സംഭവം ഓപ്പൺ ആണ്. അതൊക്കെ കഴിയുമ്പോൾ ഐറ്റംസ് ഓരോന്നായിട്ട് കുറഞ്ഞു വരും. ഞങ്ങൾ എന്തായാലും ഒരു 5:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. ചിക്കൻ തവ ഇങ്ങനെ പുരിയുന്ന കണ്ടപ്പോഴത്തേക്ക് അവിടെ വെള്ളവും വിറ്റുകൊണ്ട് 2 പിള്ളേർ കിടപ്പുണ്ടായിരുന്നു. സോ ഞങ്ങളത് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഫ്രൂട്ട് ടാർട്ടും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും അതെന്താണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് കഴിച്ചു നോക്കി. ആദ്യം തിക്ക് റസ്ക് പോലത്തെ ഒരു ബോട്ടം ഫില്ലിംഗ് ഉണ്ട്. ഇടയിലായിട്ട് ജാമും ഡേറ്റ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഫില്ലിംഗ് ഉണ്ട്. മേളിൽ കിവിയും ഫ്രഷ് ക്രീമും വെച്ചിട്ടൊരു ഫില്ലിംഗ് ഉണ്ട്. സോ 3 ലെയർ ഓഫ് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ശരിക്കും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു ഫ്രൂട്ട് ടാർട്ട് എന്ന് പറഞ്ഞൊരു വിഭവം കഴിക്കാനായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അല്ല നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ ഫ്രൈസർ ടൗണിൽ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും നടന്നു. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതവിടെ കാണാനായിട്ട് പറ്റി. അവിടെ ഒരു പയ്യൻ അവിടെ വന്നിട്ട് എല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. 100 രൂപയാണ് വില. സോ ഞാൻ പൈസയൊക്കെ കൊടുത്ത് സാധനമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഈ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും ആദ്യം അർഷയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഗേൾസിനാണ് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നു. ഞാൻ പയ്യന്മാരുമായിട്ട് പോയിട്ട് ഇത്തരം സാധനങ്ങൾ കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാരും നല്ലതെന്ന് പറഞ്ഞ് കേട്ടില്ല. ഇവർ 2 പേരും, അർഷയാണെങ്കിലും മുത്താണെങ്കിലും 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു ആവറേജ് ടേസ്റ്റ്, ഭയങ്കര ഇതൊന്നുമില്ല. ചോക്ലേറ്റിൻ്റെ പുളി വന്നപ്പോൾ കുഴപ്പമില്ല, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. മുത്തിനും അർഷയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് മാത്രമായിട്ട് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്ട്രോബെറി മാത്രമായിട്ട് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മിക്സ് എന്തോ എനിക്ക് ഓക്കെ അല്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇനി ദാഹമാണ്. അപ്പോൾ ദാഹം അകറ്റാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയപ്പം ഒരു കടയിൽ പല വെറൈറ്റി ഓഫ് ജ്യൂസ് ഉണ്ടായിരുന്നു. സോ അവിടെ നിന്നൊരു ജ്യൂസ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. ഒരു ബ്ലൂ ലെമണേഡാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെയും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുക, സിനിമയിലോ അല്ലെങ്കിൽ ബുക്കിലോ ഒക്കെ വായിച്ചിട്ടുള്ള പോലത്തെ കണ്ടിട്ടേ ഇല്ലാത്ത ഐറ്റംസ് അങ്ങനെ കുറേ നടന്നപ്പോഴാണ് പെട്ടെന്നൊരു കട കണ്ടത്. ഒരു ഒതുങ്ങി ഒരു ഉള്ളിലേക്കൊരു കട. അവിടെ കുറച്ച് നീറ്റായിട്ട് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓപ്പൺ ആണെങ്കിൽ ഇത് വളരെ ക്ലോസ്ഡ് ആയിട്ട് എല്ലാം നല്ല പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നോക്കിയപ്പോൾ വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫിഷിൻ്റെ ഐറ്റം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ബാക്കിയുള്ളിടത്ത് ഫിഷ് എത്രത്തോളം നല്ലതായിരിക്കും നമുക്കറിയില്ല. സോ ഇവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും ഒരു ഫിഷിൻ്റെ ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് ഫിഷിൻ്റെ ഓപ്ഷൻസ് നോക്കി. അപ്പോൾ ബാസ് ഗ്രില്ല് ചെയ്തതുണ്ട്. ബാസ് എന്നാണ് ആ മീനിൻ്റെ പേരെന്ന് പറഞ്ഞു. എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അലുവ കഷ്ണം പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണെന്ന്. പുള്ളി അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബാസാണത്, ബാസിൻ്റെ ഗ്രിൽഡ് ഫിഷ്. സോ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. കഴിച്ചപ്പോൾ തന്നെ വെണ്ണ കഷ്ണം പോലെ, വെണ്ണയുടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ അതുപോലെ ഭയങ്കര ടേസ്റ്റും അടിപൊളി മസാലയാണ് അതിനകത്ത് പുരട്ടിയിരുന്നത്. അതിന് നല്ല ഗ്രില്ല് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നാരങ്ങ പിഴിയാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ മൊത്തം ഓർമ്മിച്ചപ്പോൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ആ ഒരു സവാളയൊക്കെ ചേർത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ കൈ കഴുകാനും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളികളായിരുന്നു അവിടുത്തെ പല സ്റ്റാഫുകളും. സോ അവിടെയായിട്ട് നമ്മൾ സംസാരിച്ച് അതിൻ്റെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു മുഹബത്ത് കാ ശർബത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ റെസിപ്പി നമ്മൾ ആക്ച്വലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ അവിടെ നിന്ന് മുഹബത്ത് കാ ശർബത്തൊക്കെ കുടിച്ച് ദാഹമൊക്കെ അകറ്റി നടന്നപ്പോൾ അവിടെ ഹലീം കണ്ടു. ഗോതമ്പും പരിപ്പും മൈദയും എന്തൊക്കെയോ പരിപാടികൾ പിന്നെ മട്ടനും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ ഹലീമും ട്രൈ ചെയ്തു. നമ്മൾ കുറേ ആയിട്ട് കാത്തിരുന്ന പ്രോൺസ് ഫ്രൈ അവിടെ കുറേ എണ്ണം കണ്ടു. അവിടെ ഒരു കടയിൽ നിന്ന് നമ്മളത് മേടിച്ചു. നല്ല കിട്ടില്ലം പ്രോൺസിൻ്റെ പീസ് എടുത്ത് നേരെ എണ്ണയിലോട്ടിട്ട് പൊരിച്ചിങ്ങ് തരികയാണ്. നല്ല ചൂടുണ്ട്. സോ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം ആ ഒരു ചൂട് എങ്ങനെയുണ്ടെന്ന്. നല്ല ക്രഞ്ചിയാണ് കേട്ടോ, ഭയങ്കര ക്രഞ്ചിയാണ്, അകത്ത് സോഫ്റ്റുമാണ്. സോ ഗുഡ്. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ പ്രോൺസിൻ്റെ ഒരുപാട് വെറൈറ്റി കഴിച്ചിട്ടുണ്ട്.
സോ എനിക്ക് ഇത് ഇറ്റ്സ് ജസ്റ്റ് അനദർ പ്രോൺസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവർ പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. സോ എന്തായാലും നമ്മൾ പ്രോൺസും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മുടെ വയറൊക്കെ നിറഞ്ഞു, അത്യാവശ്യം ദാഹമൊക്കെ മാറ്റി. ഇനി തിരിച്ച് പോകുന്നതിന് മുമ്പേ കുറച്ച് എനർജി കയറ്റണം. അപ്പോൾ നല്ല ഫ്രഷ് പ്യുവർ ജ്യൂസ് കുടിക്കാം. ജ്യൂസൊക്കെ തപ്പി നടന്നപ്പോൾ ഉപ്പിലിട്ടത് വിൽക്കുന്ന കണ്ടായിരുന്നു, ബട്ട് അതൊന്നും മേടിച്ചില്ല. ഞങ്ങൾ വയറ് നിറയാറായി ഇപ്പം തന്നെ. എന്തായാലും ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മൊസംബി ഒരു ഗ്രേപ്പുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ആദ്യം ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. ഫസ്റ്റ് ആ ഒരു സിപ്പിൽ ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യില്ല, പക്ഷേ അത് ഇറക്കി കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്. അത് നമ്മളെങ്കിൽ ഭയങ്കര കിക്ക് തരുന്നൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഗ്രേപ്പ് ജ്യൂസ്. മൊസംബിയും കൂടെ കുടിച്ച് ഞങ്ങളുടെ അന്നത്തെ എക്സ്പ്ലോറിങ് അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ ബൈ, സീ യു, ടാറ്റാ.